നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്നു വാസന്തി, നിന്നെ എത്ര പുകഴ്ത്തിയാലും മതിയാവത്തില്ല. എന്നെപ്പോലെ നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. കക്കാൻ മാത്രം പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. എനിക്കറിയായിരുന്നു അവസാനം എന്റെ അച്ഛനും അനിയനും ഇങ്ങോട്ടേക്ക് തന്നെ വിരൽ ചൂണ്ടുവെന്ന്. അന്ന് 5 ലക്ഷം മുഴുവനായും അടിച്ചുമാറ്റി ആ കുറ്റം അനിതയുടെയും അവളുടെ അനിയന്റെയും തലയിൽ കെട്ടിവെക്കാനായിരുന്നു എന്റെ പ്ലാൻ. എങ്കിലേ നിങ്ങളെ ഞാൻ തന്നെ അവർക്ക് കാട്ടിക്കൊടുത്താലും. സത്യം പറഞ്ഞ കമ്പനിയിലെ ക്യാഷ് നിങ്ങൾ സൂക്ഷിക്കണ്ടെന്ന് ശബരി വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് കൂടിയാ വേദനിച്ചത്. അതുകൊണ്ടാ ചെറിയൊരു പണി കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ വിഷമിക്കണ്ട തന്നേട്ടാ. കമ്പനിയിലെ ക്യാഷ് കൈ വെക്കുന്നത് റിസ്കാ. അത് അന്ന് തന്നെ ബാങ്കിൽ അടച്ചാൽ മതിയായിരുന്നു. ബാങ്ക് ടൈം കഴിഞ്ഞു പോയതുകൊണ്ടല്ലേ വാസന്തി. അതിന് എന്നെ വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നത് ശരിയാണോ? അച്ഛന്റെ മോന്റെ ചില നേരത്തെ സ്വഭാവം അങ്ങനെയാ. ധനേട്ടൻ അത് കാര്യാക്കണ്ട. ശബരി ആ കാശ് അച്ഛനെ ഏൽപ്പിക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ അത് എടുത്തു കൊടുത്തേക്ക്. ഇതിനു പിന്നിൽ അച്ഛനും മകനും മാത്രമല്ല, ആ അനിത കൂടിയുണ്ട്. അവളല്ലേ ഇപ്പൊ രണ്ടുപേരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരി. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം വാസന്തി. നാളെ തിരിച്ചടി കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള പണി തുടങ്ങണം. നിങ്ങൾ ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ മാറ്റിവെക്ക്. ബാക്കി കൊടുത്താൽ മതി. അല്ല, ഇനിയിപ്പോ അവരവിടുന്ന് എണ്ണി നോക്കിയാലോ വാസന്തി? എണ്ണി നോക്കിയാലല്ലേ, അതപ്പ ആലോചിക്കാം. ഇത് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വവും കഴിഞ്ഞു. ബാഗ് തുറന്ന് പൈസ എടുക്കുന്നേട്ടാ. തുറക്ക് തുറക്ക്. അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്തവരെ നമ്മൾ അതിവിദഗ്ധമായി മുട്ടുകുത്തിച്ചു വാസന്തി. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിനക്കാ. എന്നുവെച്ച് ഇതൊരു ശീലമാക്കണ്ട. ഞാനിത് ചെയ്തത് എന്റെ അനിയന്റെ കാശായതുകൊണ്ടാ. പിടിക്കപ്പെട്ടാലും അവൻ എന്നോട് ക്ഷമിക്കും. അല്ല വാസന്തി, നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചതിന്റെ ഇൻട്രസ്റ്റ് ഇനി നമ്മൾ അടയ്ക്കേണ്ടി വരില്ലേ? ആ, അടയ്ക്കണം. 1 മാസത്തെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. ആ 1 ലക്ഷം അതുപോലെ ഇവിടെ ഇരിക്കല്ലേ. പിന്നെ 1 മാസത്തെ ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് അതിങ്ങോട്ട് എടുക്കണം. 1 മാസത്തിനുള്ളിൽ സ്വർണം തിരിച്ചെടുക്കാനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ? ഞാൻ അതിന് സ്വർണം ഇട്ട് നടക്കാൻ പോകുന്നില്ലല്ലോ തന്നേട്ടാ. പിന്നെ എന്റെ പെട്ടിയും പ്രമാണവും ഇവിടെ ആരും പരിശോധിക്കാൻ പോകുന്നില്ല. അത് ശരിയാ. മാത്രമല്ല, നമ്മളിൽ ഇപ്പോ ഒരു വിശ്വാസവും നമ്മളെ സംശയിച്ചതിന്റെ പേരില് ചെറിയൊരു കുറ്റബോധവും ഒക്കെ ഇവിടെ ഇപ്പൊ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റും വാസന്തി. പറ്റും തന്നേട്ടാ, പറ്റും. നോക്കാം. ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ട് കൊടുത്തുവിട്ടാ പോരെ? അത് ഞാനിവിടെ പറഞ്ഞു ഏൽപ്പിച്ചേക്കാം. ആ ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. നമുക്കെന്നാ ഇറങ്ങിയാലോ ഇന്ദിര? ഇനിയും താമസിച്ച രാത്രിയാവും. അമ്മയും സച്ചിസാറും ഗൂഗിളും എന്തൊക്കെയോ തിരക്കില്ല. അവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ. മോളെ, നീ അച്ഛൻ എവിടെയുണ്ടെന്ന് നോക്ക്. ഏട്ടാ, നീ അങ്ങോട്ട് ചെല്ല്.
ഇപ്പോഴെല്ലാം ഒന്ന് ഒതുങ്ങിയത് അതാ. ആ. തിരക്കിനിടയിൽ ഇന്ദ്രനെ ആന്റിയും വേണ്ടവിധം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഏയ് അതൊന്നും സാരമില്ല. ഞങ്ങളെ എന്ത് ശ്രദ്ധിക്കാനാ ഗൂഗിള്? നിങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരാനല്ല ഞങ്ങൾ വന്നത്. അച്ഛൻ എവിടെ ഏട്ടാ? അച്ഛൻ വലിയമ്മാവന്റെ അടുത്താ. അമ്മേ, ഇവരെ മാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയായിരുന്നോ? ആ, കുറച്ചു സമയം അവിടെ ഇരുന്നു. പക്ഷെ മാമി വലിയ സങ്കടത്തിലായതുകൊണ്ട് ഇവരെ പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല. അതൊന്നും സാരമില്ല സാവിത്രി, ഇനി വരുമ്പോ പരിചയപ്പെടാലോ. നമുക്കെന്നാ വലിയമ്മാവനെ കൂടെ ഒന്ന് കാണാം. അച്ഛൻ നിങ്ങളെ കൂട്ടി അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. ശരി, അമ്മേ, അങ്ങോട്ട് ചെല്ലാം. ദമാവ വലിയമാവ, അവര് വലിയമാവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ചേട്ടനും അമ്മയാ. ആ, ഇതാ ഞങ്ങളുടെ വലിയമാവൻ. എന്റെ അനിയനാ മരിച്ചത്. കാലനിപ്പോ കണക്കൊന്നും നോക്കാതെയാണല്ലോ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്. നിങ്ങളിരിക്കേ. വേണ്ട, സാരമില്ല, ഇവിടെ നിന്നോ. നിന്നോളാം. വിദ്യാധരന് മക്കളില്ല. അവൻ പോയപ്പോ ഒറ്റപ്പെട്ടു പോയത് സരസ്വതിയാ. കണ്ടില്ലേ അവളെ? ആ, കണ്ടിരുന്നു. ആള് വലിയ സങ്കടത്തിലാ. ഇനി അവൾക്ക് ഞങ്ങളൊക്കെ ഉള്ളൂ. മകന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ മൂത്ത മകനാ ചിതയ്ക്ക് തീ കൊളുത്തിയത്. പുല കഴിയും വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. സരസ്വതിയെ തനിച്ചാക്കി പോകാൻ പറ്റില്ലല്ലോ. പാരമ്പര്യമായി ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാ ഞങ്ങൾ. കുടുംബത്തിലൊരു മരണം നടന്ന ചുരുങ്ങിയത് 41 ദിവസമെങ്കിലും മംഗളകാര്യങ്ങളൊന്നും പാടില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാണ്ട ദുഃഖാചരണം. ഇപ്പോഴതൊന്നും പറ്റില്ലല്ലോ. ചടങ്ങുകളൊക്കെ സച്ചി അറിയിക്കും. പറ്റുമെങ്കിൽ വരണം. ആയിക്കോട്ടെ, വരാം. വരാം. ഇന്ദുമോളുടെ കല്യാണത്തിന് നമുക്ക് ഒരുമിച്ച് പോകാൻ ചേട്ടാ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പം വിദ്യാധരൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. വയസ്സിത്രയൊക്കെ ആയെങ്കിലും എന്റെ മനസ്സിൽ അവൻ ഇപ്പോഴും കൊച്ചനിയനാ. അതിന്റെ ഒരു വിഷമം. ആ, വലിയമാവാം, അവരൊന്ന് ഇറങ്ങിക്കോട്ടെ. കുറച്ചു ദൂരം യാത്രയുള്ളതാ. ആ, എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. ശരി, പോയി വരാം. സിറ്റി സാറേ. ശരി.